ദൈവസഭയുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് അന്യോന്യമുള്ള ആ സമർപ്പിതമായ ശുശ്രൂഷ കൊണ്ടാണ്. സമർപ്പിതമായ ശുശ്രൂഷ, അതാണ് ശരിക്കും കൂട്ടായ്മ എന്ന് പറയുന്നത്. ശരിക്കും കൂട്ടായ്മ അതാണ്. കരുതൽ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കരുതലാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്റെ ഈ ഇടത്തെ കയ്യിലൊരു കൊതുക് വന്നിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇടത്തെ കയ്യിലൊരു കൊതുക് വന്നു കഴിഞ്ഞാൽ, ആ കൊതുകിനെ കൊല്ലാൻ ഞാൻ എന്റെ കൈ കൊണ്ട് ഭിത്തിയെ കൊണ്ടിരിക്കുകയൊന്നുമല്ല. ആണോ? അല്ല. ഉടനെ തന്നെ മറ്റേ കൈ എന്ത് ചെയ്യുന്നു? ആ കൊതുകിനെ അടിക്കുന്നു. ഈ കൈ പറയത്തില്ല എന്റെ മേലല്ലല്ലോ കൊതുകിരിക്കുന്നത് എന്ന് പറയത്തില്ല. കാര്യം അത് തമ്മിൽ അതുപോലെയുള്ള ഒരു യോജിപ്പ് ഉണ്ട്. ഈ രണ്ട് കൈകളെയും കാലുകളെയും ഒക്കെ യോജിപ്പിച്ച് നിർത്തുന്നത് എന്താണ്? തല. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ അവയവങ്ങളാണെങ്കിൽ അവയവങ്ങളുടെ ചുമതല ഒരു അവയവം മറ്റൊരു അവയവത്തെ എപ്പോഴും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കണം. ശുശ്രൂഷ ആവശ്യമില്ലാത്ത ഒരവയവുമില്ല. എന്റെ കണ്ണ് എന്റെ ശരീരത്തിന്, എന്റെ കൈക്ക് ആവശ്യമുണ്ട്. എന്റെ കണ്ണ് കാണുന്ന കാര്യങ്ങൾ തലയിലേക്ക് പറഞ്ഞു കൊടുത്തിട്ട് ആ തലയാണ് ഞാൻ എവിടെയെങ്കിലും എന്റെ മുമ്പിൽ ഒരു കുഴി ഉണ്ടെങ്കിൽ ആ കുഴിയിൽ ഞാൻ വീഴാതിരിക്കുന്നത്, എന്റെ കാൽ ഒളിഞ്ഞു പോകാതിരിക്കുന്നത്. എല്ലാം എന്തുകൊണ്ടാണ്? അന്യോന്യമുള്ള ആ ഡീപ്പായിട്ടുള്ള ശുശ്രൂഷ കൊണ്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശുശ്രൂഷ. ഒരാൾ മാത്രമല്ല ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ, അവിടെ പറയുന്ന കാര്യം, ഞാൻ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ കാലുകളെ കഴുകിയെങ്കിൽ നിങ്ങളും അന്യോന്യം, ഇല്ലേ? അന്യോന്യമാണ്. അല്ലാതെ ഒരാൾ മാത്രം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളും അന്യോന്യം കാലുകളെ കഴുകുവിൻ. അപ്പോൾ യേശു അതവർക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ നിങ്ങളുടെ കാലുകളെ കഴുകുന്നുവെങ്കിൽ, ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിലും നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. കാല് കഴുകാൻ വാസ്തവത്തിൽ പത്രോസ് സമ്മതിക്കുന്നില്ല, അല്ലേ? പത്രോസ് സമ്മതിക്കുന്നില്ല. ശരിക്കും അവിടെ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത്, അപ്പോൾ ശിമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ കർത്താവേ, നീ എന്റെ കാൽ കഴുകുന്നു എന്ന് പറഞ്ഞു. കാൽ കഴുകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പറയുന്നത്, നീ മശിഹയല്ലേ, നീ ഗുരുവല്ലേ, നീ എന്തിനാ എന്റെ കാല് കഴുകുന്നത്? ഉടനെ കർത്താവ് എന്ത് പറഞ്ഞു? യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയുമെന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരു നാളും എന്റെ കാൽ കഴുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഈ അന്യോന്യ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാമോ? അന്യോന്യ ശുശ്രൂഷ നമ്മളെ അന്യോന്യം പങ്കുകാരാക്കുകയാണ്, പാർട്ട്നേഴ്സ് ആക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ സഭകളിൽ അന്യോന്യ ശുശ്രൂഷ നടത്തുമ്പോൾ ഒരാളങ്ങ് വേലക്കാരനാവുകയല്ല, ഒരാൾ ആരാവുകയാണ്? പങ്കുകാരനാവുകയാണ്, പാർട്ട്നേഴ്സ് ആവുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല, ഇല്ലേ? അപ്പോൾ അന്യോന്യമുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മളുടെ പാർട്ണർഷിപ്പിന്റെ അടയാളമായിട്ടാണ് ഇവിടെ കാണുന്നത്. പാർട്ണർഷിപ്പിന്റെ അടയാളമാണ്. അപ്പൊ പത്രോസ് പറഞ്ഞു, കർത്താവിന്റെ കാൽ മാത്രമല്ല തലയും കൂടെ കഴുകണമേ. കർത്താവ് പറഞ്ഞു, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല. താഴോട്ട് വായിക്കുന്ന ഭാഗങ്ങൾ നമുക്കറിയാമല്ലോ. പിന്നീട് യൂദാസിനെ കുറിച്ച് പറയുന്നു. എങ്കിലും ഒടുവിൽ പറഞ്ഞു നിർത്തുന്നത്, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ. അപ്പോൾ യേശു ആരാണ്? കാല് കഴുകിയതുകൊണ്ട് അവൻ കർത്താവ് അല്ലാതാകുന്നുണ്ടോ? ഇല്ല. കാൽ കഴുകിയതുകൊണ്ട് അവൻ ഗുരു അല്ലാതാകുന്നുണ്ടോ? ഇല്ല. പക്ഷെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ഒരു ദൃഷ്ടാന്തം. ഇത് ലോകത്തിന് മനസ്സിലാകുന്ന കാര്യമല്ല. പക്ഷെ ഇതാണ് ദൈവസഭയുടെ ഉപദേശം. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. രണ്ട് കാര്യങ്ങളാണ്. യേശു ഗുരുവാണ്, കർത്താവാണ്. പക്ഷെ ആ ഗുരു നമ്മളെ സ്നേഹിച്ചു, നമ്മളെ ശുശ്രൂഷിച്ചു. എന്തിനാണ്? അവൻ നമ്മളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനും അവൻ നമ്മളെ ശുശ്രൂഷിച്ചതുപോലെ ശുശ്രൂഷിക്കുവാനും. യേശു സ്നേഹിച്ചതുപോലെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഇത്രയും വിശദമായിട്ട് നമ്മൾ പഠിച്ചത്. യേശു സ്നേഹിച്ചത്, he was not just loving the lovable, he was even loving the unlovable. സ്നേഹിക്കാൻ കൊള്ളാവുന്നതിനെ സ്നേഹിക്കാൻ എല്ലാവർക്കും കഴിയും, തങ്ങളെ സ്നേഹിക്കുന്നവരെ. അത് ജാതികളും അങ്ങനെ തന്നെ
ചെയ്യുന്നുണ്ട്. പക്ഷെ ക്രിസ്തീയ സ്നേഹം അങ്ങനെയല്ല. അൺലവബിൾ ആയിട്ടുള്ള ആളുകളെ സ്നേഹിക്കാൻ കൊള്ളാത്തതിനെ സ്നേഹിക്കാൻ, കളിച്ചു കയറാൻ വരുന്നവരോട് പുഞ്ചിരിയോട് സംസാരിക്കാൻ. അതൊക്കെ അഭിനയമല്ല, ഞാൻ പറഞ്ഞല്ലോ, ശീലമല്ല, സ്വഭാവം, ക്രിസ്തുവേശുവിലുള്ള ഭാവം, ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. അല്ലാതെ ഒരിക്കലും വീണ്ടും ജനിക്കാത്ത ഒരുത്തന് യേശുവിന്റെ ജീവിതശൈലിയൊക്കെ പഠിച്ചേച്ച് അതുപോലെ അഭിനയിക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ അതല്ല കർത്താവ് ആവശ്യപ്പെടുന്നത്. കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അവനിൽ നിന്ന് ജനിച്ചുകൊണ്ട് അവനെപ്പോലെ അവൻ ചെയ്തത് ചെയ്തുകൊണ്ട് നമ്മൾ അവന്റെ ശിഷ്യന്മാർ ആകുവാനാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിച്ചാൽ അവിടെ നമ്മൾ താഴെ കാണുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് തമ്മിൽ 35-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ആൾക്കാർ പറയും, ഇതെന്താ ഇവന്റെ സ്നേഹം, ഇതെന്താ ഇവൻ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നത്, നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്നുള്ളത് അറിയും. പല സമയത്തും നമ്മളുടെ വാക്കുകളെക്കാൾ വലുതാണ് നമ്മുടെ ശുശ്രൂഷ, മറ്റുള്ളവരെ സേവിക്കുന്നത്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു കഥയോടെ പറഞ്ഞ് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും. ഒരു റെയിൽവേ സ്റ്റേഷനിൽ എപ്പോഴും ട്രെയിൻ വന്നു പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ, നമുക്കറിയാമല്ലോ, ബോംബെയിലൊക്കെ സ്റ്റേഷൻസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ആൾക്കൂട്ടമാണ്. അവിടെ പാർഷ്യലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആപ്പിൾ വിറ്റുകൊണ്ടിരിക്കുക. അപ്പൊ ആപ്പിളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അവൾ പാർഷ്യലി ബ്ലൈൻഡ് ആണ്, എന്നാൽ അവൾക്ക് രൂപയൊക്കെ എണ്ണാനൊക്കെ കയ്യിലിങ്ങനെ എണ്ണാനൊക്കെ അറിയാം, കയ്യിൽ എടുത്തു കൊടുക്കാനൊക്കെ അറിയാം. അങ്ങനെ ആപ്പിളൊക്കെ അടുക്കി വെച്ചപ്പോൾ പെട്ടെന്നൊരു ട്രെയിൻ വന്നു. എല്ലാരും പെട്ടെന്ന് ഓടിപ്പോയ കൂട്ടത്തിൽ ഒരുത്തൻ വലിയ ഒരു പെട്ടിയുമായിട്ട് ഓടി ഈ പെങ്കൊച്ചിന്റെ ആപ്പിളിന്റെ ആ മേശയുടെ മൂലക്കിടിച്ച് ആപ്പിൾ മുഴുവൻ താഴെ വീണു. എല്ലാവരും ആരും അവിടെ നിന്നൊന്നുമില്ല. കാര്യം എല്ലാവർക്കും ട്രെയിൻ പിടിച്ചാലല്ലേ പറ്റുള്ളൂ. എല്ലാവരും ട്രെയിൻ പിടിക്കാനായിട്ട് ഓടിപ്പോയപ്പോൾ ഒരു മനുഷ്യൻ, അയാളൊരു പെട്ടി കൊണ്ടാണ് വന്നത്, അയാൾ ആ പെട്ടി എടുത്ത് വെച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് കുനിഞ്ഞ് ആപ്പിളുകളെല്ലാം പെറുക്കി, ഒരു ആപ്പിൾ പോലും പോകാതെ എല്ലാം ചതഞ്ഞു പോയി. പലരും അതിന്റെ മണ്ടയ്ക്ക് കയറി ചവിട്ടി. എന്നാൽ അയാള് ആ ആപ്പിളെല്ലാം തിരിച്ചു പെറുക്കി വെച്ചു. ആ ട്രെയിൻ അയാൾ പോയില്ല. അപ്പൊ ഈ പെൺകുട്ടി കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പോ ഈ മനുഷ്യൻ ചോദിച്ചു, മോളെ ആപ്പിളിന് എന്താണ് കിലോ വില? അവൾ പറഞ്ഞു, അങ്കിൾ 50 രൂപയാണ്. അയാൾ എന്ത് ചെയ്തു? ഏറ്റവും നല്ല ആപ്പിളുകളെല്ലാം പെറുക്കി വെച്ചിട്ട് പറഞ്ഞു, മോളെ ഈ ആപ്പിളുകൾക്കൊന്നും പറ്റിയിട്ടില്ല, അത് നിനക്ക് വിൽക്കാം. പക്ഷേ ബാക്കിയുള്ള കുറച്ച് ആപ്പിളുണ്ട്, അത് ചതഞ്ഞതാണ്. പിന്നെ ഞാൻ കുറച്ച് ആപ്പിൾ വേണമെന്ന് വെച്ച് നടക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് അത് ജ്യൂസ് അടിക്കാനാ, അതുകൊണ്ട് എനിക്ക് ചതഞ്ഞതാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഈ ചതഞ്ഞ ആപ്പിളെല്ലാം കൂടെ അയാൾ തൂക്കി 5 കിലോ. അയാൾ 250 രൂപ എടുത്ത് ഈ പെങ്കൊച്ചിന്റെ കയ്യിൽ കൊടുത്തു. മോളെ ഈ ആപ്പിളിന്റെ വിലയാണ്, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ്. 1 രൂപ പോലും കുറയ്ക്കാൻ പറഞ്ഞില്ല, ചതഞ്ഞതാണെന്നുള്ളത് പറഞ്ഞില്ല. അവളുടെ ചതഞ്ഞ മുഴുവൻ ആപ്പിളുകളും ഇയാള് വിലക്കെടുത്തിട്ട് അവൾക്ക് ആ രൂപ കൊടുത്തു. ഇവള് കരയാണ്. അവൾ പറഞ്ഞ്, കരയേണ്ട മോളെ, ബാക്കിയുള്ള നല്ല ആപ്പിളുകളാണ്, അത് നിനക്ക് വിൽക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, അതൊന്നും ചതഞ്ഞിട്ടില്ല. ഇയാള് എന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പെട്ടിയെടുത്ത് പോകാൻ നേരം ഈ കൊച്ച് ഇയാളെ വിളിച്ച്, സർ. എന്താ മോളെ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ മോളെ? സാർ യേശു ആണോ? കൊച്ചു ചോദിച്ച ചോദ്യമാണ്. സാർ യേശു ആണോ എന്ന് വെച്ചാൽ അതെന്താ മോളെ അങ്ങനെ ചോദിക്കാൻ കാര്യം? ഉടനെ ആ പെൺകുട്ടി പറഞ്ഞു, സാർ എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാകുമ്പോൾ യേശുവിനെ വിളിച്ച് കരയുക, യേശു നിന്നെ സഹായിക്കാൻ വരും. അങ്ങ് യേശു ആണോ? പ്രിയമുള്ളവരെ, നമ്മുടെ മുഖത്ത് നോക്കി ആരെങ്കിലും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിപ്പിൻ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. നമ്മൾ യേശു ആണോ എന്ന് ചോദിക്കത്തക്ക രീതിയിലുള്ള ഒരു ജീവിതം വേണം നമ്മൾ ജീവിക്കാൻ. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായും കർത്താവ് ആവശ്യപ്പെടുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ ശുശ്രൂഷിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ശുശ്രൂഷിക്കണം. അതിന് 2നും കർത്താവ് ഉദാഹരണങ്ങൾ കാണിച്ചു തന്നു. അവൻ യൂദായെ പോലും സ്നേഹിച്ചു. അവൻ താൻ മഹത്വത്തിൽ നിന്ന് വന്നവനാണെന്നും അവൻ ആരാണെന്നുള്ള തിരിച്ചറിവുണ്ടായിട്ടും ഒരു ദാസനെ പോലെ ശുശ്രൂഷ ചെയ്യുവാൻ അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അതവന്റെ ചോയ്സ് ആയിരുന്നു. യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനും യേശു ശുശ്രൂഷിച്ചതുപോലെ ശുശ്രൂഷിക്കുവാനും നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ. നമ്മളൊന്നും അത്രയൊന്നും ആയിട്ടില്ല നമ്മൾ പറയുമായിരിക്കും, ശരിയാ,
പക്ഷെ വേറെ കാര്യമുണ്ട്, ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് അതാണ്, ഒരു വളർച്ചയത്. പക്ഷെ ആ വളർച്ചയിൽ കർത്താവിന്റെ കൽപ്പനയായിട്ട് തന്നെ അത് മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ. ഞാൻ നിങ്ങളെ ശുശ്രൂഷിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ശുശ്രൂഷിപ്പിൻ. കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാനുള്ള സന്ദർഭമാണ്. ഞാൻ നിങ്ങൾക്കൊരു അവസരം തരിക. കർത്താവിനോട് പറയാൻ പറ്റുമോ, കർത്താവേ, നിന്റെ സ്നേഹം എത്ര അഗാധമാണ്, ഞാൻ ഇന്നുവരെ ചിന്തിച്ചതിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ്, ഞങ്ങൾ പഠിച്ചതിൽ നിന്നും എന്ത് വ്യത്യസ്തമാണ്. കർത്താവെ, ഞങ്ങളുടെ സ്നേഹമൊക്കെ വളരെ പരിമിതമായ സ്നേഹമാണ്. എന്നാൽ കർത്താവെ, ഏറ്റവും അടിസ്ഥാനപരമായി നീ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ, നീ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്ന് പഴയ നിയമത്തിലുണ്ട്. അതുതന്നെ വലിയ കൽപ്പനയാണ്, അതുതന്നെ പ്രയാസമാണ്, അതുതന്നെ ചെയ്യുവാൻ പഴയ നിയമത്തിലുള്ളവർക്ക് കഴിഞ്ഞില്ല. കാരണം അവർക്ക് ആ വീണ്ടും ജനനത്തിന്റെ ആ പ്രത്യേകത അനുഭവിക്കുവാൻ പലർക്കും കഴിഞ്ഞില്ല. എന്നാൽ ഞങ്ങൾക്ക് നീ ഞങ്ങളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തത് കൊണ്ട്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ സേവിക്കുവാനും, സ്നേഹിക്കുവാൻ മാത്രമല്ല ശുശ്രൂഷിപ്പാനും ഒക്കെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഞങ്ങളുടെ ഈഗോയിൽ നിന്ന് ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം വേണം. ഞങ്ങളുടെ സ്വയത്തിൽ നിന്ന്, ഞങ്ങളുടെ അഹങ്കാരത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം വേണം. കർത്താവെ, നീ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണം, നീ ശുശ്രൂഷിച്ചതുപോലെ ഞങ്ങൾക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കണം. എത്ര പേര് ദൈവസന്നിധിയിൽ അങ്ങനൊരു തീരുമാനമെടുക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് പറഞ്ഞാൽ, കർത്താവെ, നീ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ, നീ ശുശ്രൂഷിച്ചതുപോലെ ശുശ്രൂഷിക്കുവാൻ. ഞങ്ങൾക്കതിന് സ്വയമായ ശക്തിയുള്ളവരല്ല, പക്ഷെ കർത്താവെ, നിന്റെ ആത്മാവിനെ നീ ഞങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്നുവല്ലോ. കർത്താവെ, ഞങ്ങൾക്ക് കഴിയാത്തതിനെ സാധിക്കുവാനാണല്ലോ, ഞങ്ങളെ കർത്താവെ അതിന് പ്രാപ്തരാക്കുവാനാണല്ലോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് അയച്ചു തന്നത്. കർത്താവെ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നത് കൊണ്ട് എന്റെ ശിഷ്യന്മാരെന്ന് അറിയുമെന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രവൃത്തി കണ്ട്, ഞങ്ങളുടെ സ്നേഹം കണ്ട്, ഞങ്ങളുടെ ഇടപെടൽ കണ്ട് മറ്റുള്ളവർ ഞങ്ങൾ യേശുവിന്റെ സന്താനങ്ങളാണെന്ന് പറയുന്ന അവസ്ഥ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പിതാവിന്റെ പേര് നഷ്ടമാക്കുന്ന ഒന്നും ഞങ്ങൾക്കുണ്ടാകരുതേ. കർത്താവെ, നിന്റെ വചനത്തിൽ നീ പറഞ്ഞതുപോലെ നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരാകേണ്ടതിന്, യെസ് ലോർഡ്, അപ്പോഴാണല്ലോ ഞങ്ങൾ യഥാർത്ഥത്തിൽ നിന്റെ പുത്രന്മാരാകുന്നത്. പിതാവിന്റെ സ്വഭാവം പ്രകാശിപ്പിക്കുമ്പോഴാണല്ലോ ഞങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരാണെന്ന് തെളിയുന്നത്. സ്നേഹത്തെക്കുറിച്ചുള്ള വേദപുസ്തകത്തിലെ വചനങ്ങൾ എത്ര ആഴമുള്ളതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവനാണോ പിശാചിൽ നിന്നുള്ളതാണോ എന്ന് അറിയുന്നത് തന്നെ ഞങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണല്ലോ. കർത്താവേ, നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിറയ്ക്കണമേ. ആ സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദാസനെ പോലെ ശുശ്രൂഷ ചെയ്യുവാൻ, അത് ചൂസ് ചെയ്യാനായിട്ട്, അത് തെരഞ്ഞെടുക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുത്തെ കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.